നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന നാഗേന്ദ്രനെ കാണാനായിട്ട് അവന്തികയും കൂടെ ചെന്നു. അവര് സംസാരിക്കുന്ന സമയത്ത് നാഗേന്ദ്രൻ പറഞ്ഞു, ഒടുവില് കാര്യങ്ങളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടക്കുന്നുണ്ടല്ലേ എൻഗേജ്മെന്റ്? അതെ അച്ഛാ, എൻഗേജ്മെന്റ് വരെ എത്തി കാര്യങ്ങളൊക്കെ. അപ്പോഴേക്കും അഭി പറഞ്ഞു, പിന്നൊരു കാര്യമുണ്ട് കേട്ടോ അച്ഛാ. എൻഗേജ്മെന്റ് നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവന്തിക പറഞ്ഞു, അനിയേട്ടൻ ഇതുവരെയായിട്ട് സമ്മതിച്ചിട്ട് പോലുമില്ല. അതൊന്നും സാരമില്ല മോളെ, അതൊക്കെ ശരിയാകും. അഭി പറഞ്ഞു, ആ നന്ദു എന്ന് പറയുന്നവളുണ്ടല്ലോ, അവളാണ് എല്ലാത്തിനും കാരണക്കാരി. ആ സമയത്ത് അവന്തിക പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞതിന് ശേഷം ഞാൻ ആദർശേട്ടനെ ആ നയനെന്ന് പറയുന്നവളെ കാണാൻ ചെന്നിട്ടുണ്ടായിരുന്നു. അവര് നമുക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് സംസാരിച്ചൊക്കെ. പക്ഷെങ്കിൽ ആ നയനയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പിടുത്തമില്ലാന്ന് തോന്നേ. ആ നന്ദു എന്ന് പറയുന്നവള് വീട്ടിലേക്ക് വരുന്നതിനോട് താല്പര്യം തോന്നേ. പിന്നെ ഈ പറയുന്ന ആ നന്ദുവിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ അവർക്ക് നന്ദുവിനെ അനന്തപുരിയിലേക്ക് കെട്ടിച്ചു വിടാൻ അത്ര താല്പര്യം ഇല്ലാന്ന് തോന്നേ. ഹബി പറഞ്ഞു, അതൊക്കെ നിന്റെ വെറും തോന്നല് മാത്രം. അതെ, അവർക്ക് നേരത്തെ അത്യാഗ്രഹമായിരുന്നല്ലോ, അപ്പൊ അതിനൊരു മാറ്റം ഇപ്പൊ വന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുറമെ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും മകളെ ഒരു കോടീശന്റെ വീട്ടിലേക്ക് കോടീശനോട് കെട്ടിക്കാൻ തന്നെയായിരിക്കും അവരുടെ മനസ്സിലെ ഉദ്ദേശം. പുറമെ ഇങ്ങനെയൊക്കെ പറയുന്നൊക്കെ ഉള്ളൂ. അവന്തേക്ക് പറഞ്ഞു, ദേച്ചാ, അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് പോലും അറിയത്തില്ല. നാഗേന്ദ്രൻ പറഞ്ഞു, മോളെ നിനക്കറിയാലോ ഇപ്പം നമ്മുടെ സാഹചര്യം എന്താ ഏതാന്നൊക്കെ. അനി കമ്പനിയുടെ MD ആയി കഴിഞ്ഞതിന് ശേഷം കമ്പനിയുടെ ഗ്രാഫ് ഒന്നുകൂടെ ഉയർന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഗ്രാഫ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. മൂർത്തി ജ്വല്ലറി നമ്മൾ തമ്മിൽ നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവർക്കാണോ ഒരു പിടി തൂക്കം മുൻതൂക്കം കൂടുതൽ എന്ന് പോലും എനിക്ക് സംശയമുണ്ട്. അത് മാത്രമല്ല, ഇപ്പോഴത്തെ സ്വർണത്തിന്റെ വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതല്ലേ. ഈ ഒരു സാഹചര്യത്തിൽ സ്വർണം മേടിക്കുന്നവരെ പണിക്കൂലി കുറവോ കാര്യങ്ങളോ അങ്ങനെയൊന്നും നോക്കത്തൊന്നുമില്ല. അവര് നോക്കുന്ന നല്ല ശുദ്ധമായ സ്വർണം അതുമാത്രമായിരിക്കും നോക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് നല്ല കോമ്പറ്റീഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ പ്രധാന പ്രശ്നം രണ്ട് പ്രശ്നമാണ്. ഒന്ന് നിന്റെ എൻഗേജ്മെന്റ് കാര്യങ്ങളും, രണ്ടാമതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ ഡിസൈൻ കോമ്പറ്റീഷനും. ഈ ഡിസൈൻ കോമ്പറ്റീഷനൊക്കെ നമ്മൾ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രാഫ് താഴേക്ക് പോകത്തുള്ളൂ. ഒരു കാരണവശാലും അങ്ങനെ പാടില്ല, നമ്മൾ ജയിക്കണമെന്ന് പറഞ്ഞു. അവന്തേക്ക് പറഞ്ഞു, അത് ശരിയാ അച്ഛാ, പക്ഷെ ഈ കല്യാണം എങ്ങാനും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അഭി പറഞ്ഞു, നീ എന്തിനാ ടെൻഷൻ അടിക്കണേ? അപ്പോഴേക്കും നാഗേന്ദ്രൻ പറഞ്ഞു, മോള് വിഷമിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരിക്കുക, ഞങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിച്ച. അങ്ങനെ അവന്തിയെ സമാധാനിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ അനി സമനില തെറ്റിയ മട്ടിൽ ഹാളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് അവന്തികയുടെ വരവ്. അവന്തിക വന്നിട്ട് അനിയേട്ടാന്നൊരു ഒറ്റ വിളിയായിരുന്നു. ആ വിളി കേട്ട് കഴിഞ്ഞപ്പത്തിന് അനിക്ക് സഹിച്ചില്ല. അനി ഇങ്ങ് ചാടി എഴുന്നേറ്റു. എന്താടി, നിനക്ക് എന്താ വേണ്ടത്? എന്തിനാ അനിയേട്ടാ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടുന്നത്? പിന്നെ ദേഷ്യപ്പെടാതെ. എടി, നിന്നോട് എത്ര വട്ടം പറഞ്ഞു, നിന്നെ എനിക്ക് അങ്ങനെ രീതി കാണാൻ പറ്റില്ല, അങ്ങനെ ഒരു ഇഷ്ടം എനിക്ക് നിന്നോടില്ലെന്ന്. നീ എന്തിനാടി എന്നോട് ഈ ചതി ചെയ്യുന്നേ? നീ എന്തിനാ എല്ലാവരോടും പറഞ്ഞേ നിനക്ക് എന്നെ ഇഷ്ടമാന്നുള്ള കാര്യം? അതനിയേട്ടനെ എനിക്ക് ഇഷ്ടമായതുകൊണ്ടല്ലേ. എടി, എനിക്ക് ഇഷ്ടമില്ല എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ നീ പിന്മാറണ്ടല്ലേ? അതിന് പകരം വെറുതെ മനുഷ്യ ഭ്രാന്ത് പിടിപ്പിക്കാനായിട്ട്. ധനിയേട്ട, അനിയേട്ടന്റെ മനസ്സിൽ എന്താന്ന് എനിക്കറിയാം. ആ നന്ദു ആയിരിക്കും, അതുകൊണ്ടല്ലേ. ആണെന്നറിയാലോ. എങ്കിൽ പിന്നെ ഒഴിഞ്ഞു മാറി തരുവല്ലേ ചെയ്യണ്ടേ? അതിന് പകരം നീ ഇങ്ങനെ അട്ടയപ്പോലെ കടിച്ചു കിടക്കേണ്ട കാര്യമുണ്ടോ? എത്ര പറഞ്ഞാലും തലയിലേക്ക് കയറില്ല. നീയാണ് എന്റെ ഇപ്പൊ സ്വസ്ഥത കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നീ ഒറ്റ ഒരുത്തി എല്ലാത്തിനും കാരണം. അങ്ങനെ ദേഷ്യപ്പെട്ട അനി ഇങ്ങനെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ നിൽക്കുമ്പോ ഒച്ചപ്പാടും ബഹളവും ഇങ്ങോട്ട് ദേവേനെ അങ്ങോട്ട് വന്നു. ദേവേന് വന്നിട്ട് ചോദിച്ചു, എന്താടാ, എന്താ എവിടെ ഒച്ചയും ബഹളം? അവന്തിക അങ്ങോട്ട് നല്ല പിള്ളയാവുകയാണ്. അവന്തിക പറഞ്ഞു, കണ്ടില്ലേ അമ്മായി, ഈ അനിയൻ എന്നോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുക കല്യാണത്തെക്കുറിച്ച് പറഞ്ഞിട്ട്. എടാ, എന്തിനാടാ അത്? നിന്നോട് എത്ര വട്ടം പറഞ്ഞു? മുത്തശ്ശന്റെ തീരുമാനം നിന്റെ, ഇനി അതിനൊരു മാറ്റം ഉണ്ടാകത്തില്ല. അച്ഛനൊരു തീരുമാനം എടുത്താൽ മാറില്ലെന്ന് നിനക്കറിയാലോ. ഈ ഞായറാഴ്ച എൻഗേജ്മെന്റ് ആണ്. വല്യമ്മേ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഈ ബന്ധത്തിൽ എനിക്ക് സമ്മതമല്ല. ഞാൻ സമ്മതിക്കത്തില്ല. കേട്ടില്ലേ? ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ. എത്ര പറഞ്ഞിട്ട് തലയിലേക്ക് കേറുന്നില്ല എന്ന് അവന്തിക പറഞ്ഞു. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, എടാ, നിനക്ക് നിന്റെ മുത്തശ്ശന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. മുത്തശ്ശനൊരു തീരുമാനം എടുത്ത് അതിന് മാറ്റമില്ല. ആദർശിനെ നയനെ ഇവിടുന്ന് ഇറക്കി വിട്ടപ്പോ പോലും ഞങ്ങൾക്കൊക്കെ നല്ല സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ഈ പറയുന്ന ഞാൻ പോലും അവരോടൊപ്പം പോയി നിന്നില്ല. എന്തുകൊണ്ടാ? നിന്റെ മുത്തശ്ശൻ്റെതായ ചിട്ടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് തെറ്റിക്കേണ്ടെന്ന് കരുതിയിട്ടാ.
ഏ ഇനിയിപ്പം നീയായിട്ട് ആ തെറ്റിക്കാനായിട്ട് നിൽക്കരുത്. അങ്ങനെ തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കില്ല. ഏ വല്യമ്മ ഇങ്ങനെയൊന്നും പറയരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എന്റേതായ ചില തീരുമാനങ്ങളുണ്ട്. എനിക്ക് എന്റേതായ ഇഷ്ടങ്ങളില്ലേ. നിങ്ങൾ മറ്റുള്ളവരുടെ ഇഷ്ടം മാത്രം നോക്കുന്നുള്ളൂ. എന്തുകൊണ്ട് എന്റെ ഇഷ്ടം നോക്കാത്തെ? ദേവേനി പറഞ്ഞു, മോളെ നീ ഇങ്ങോട്ട് വാ. ഇനിയിപ്പോ ഇവനോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് അവന്തികയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോയി. എനിക്കാണെങ്കിൽ സങ്കടവും ദേഷ്യവും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോ ദേവേനി അവന്തിയെ കൂട്ടിക്കൊണ്ട് ജാനകിയുടെ അടുത്തേക്ക് ചെന്നു. ജാനകിയുടെ അടുത്തിട്ട് ചെന്നിട്ട് പറഞ്ഞു, ജാനകി, നിന്റെ മോനുണ്ടല്ലോ, അവന്തികയുടെ മനസ്സിനെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. അവനോടൊന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അപ്പോഴേക്കും ജാനകി പറഞ്ഞു, മോളെ നീ ഇതൊന്നും കേട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ. അവന്റെ സ്വഭാവം അറിയാലോ, അവൻ അങ്ങനെയൊക്കെ പറയും. പക്ഷെ നീ മൈൻഡാക്കണ്ട, നിന്റെ അവന്റെ കല്യാണം നടക്കുക തന്നെ ചെയ്യും. അപ്പോഴേക്കും അവന്തി പറഞ്ഞു, എന്നാലും ഓരോന്നൊക്കെ കേൾക്കുമ്പോ എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞു. മോൾ എന്തിനാ സങ്കടപ്പെടുന്നേ? ദേവേന് പറഞ്ഞു, അതെ, എങ്ങനെയെങ്കിലും അവനോട് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. ഇനിയിപ്പൊ അവന്റെ മനസ്സിൽ വേറെന്തേലും ഉണ്ടേ പോലും നീ വേണം അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട്. ജാനകി പറഞ്ഞു, മോളെ നീ സങ്കടപ്പെടണ്ട, നീ ധൈര്യമായിട്ട് പോയിക്കോ. ഞാൻ അല്ലേ പറയണത്, അവന്റെ മനസ്സിൽ വേറെ എന്താണെങ്കിലും അതൊന്നും നടക്കാൻ പോകുന്നില്ല. നിങ്ങൾ തമ്മിലുള്ള എൻഗേജ്മെന്റും കല്യാണം ഒക്കെ നടക്കും. അത് കേട്ടപ്പോൾ അവന്തിക സന്തോഷത്തോടു കൂടിയിട്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അപ്പോഴേക്കും ദേവേനി പറഞ്ഞു, അവന് ഒരു രീതിയിലും അടുക്കുന്നില്ല കേട്ടോ ജാനകി. അവന്റെ മനസ്സിൽ അവളായിരിക്കും, ആ നന്ദു എന്ന് പറയുന്നവള്. അതെങ്ങനെയാ? ആ നന്ദു എന്ന് പറയുന്നയാളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട് കച്ച കെട്ടിയിരിക്കുമല്ലേ അവളുടെ വീട്ടുകാര്. ദേവേനി പറഞ്ഞു, അങ്ങനെ പറയരുത് നീ. കാരണം അച്ഛനും അമ്മയും പോലും അവിടെ ചെന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പത്തിന് അവരീ വിവാഹം വേണ്ടെന്നാ പറഞ്ഞു വിട്ടത്. ജാനകി വെച്ചു, അതിന് ഞാൻ പറഞ്ഞോ അച്ഛനോടും അമ്മയോടും ആലോചിച്ചിട്ട് എല്ലാനായിട്ട്? എന്നോട് പോലും ഒരു വാക്ക് ചോദിക്കാതല്ലേ അവരിങ്ങനെ ഒരു തീരുമാനം എടുത്തേ. അത് പിന്നെ ജാനകി, നീ അറിഞ്ഞാൽ സമ്മതിക്കില്ല എന്ന് കരുതിയിട്ടായിരിക്കും. അവരെ നീ വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. കനകയും ഗോവിന്ദനെ ആണെങ്കിലും അവർക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ല. താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ നന്ദുവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടാനും. പിന്നെ അനിയുടെ മനസ്സ് നീ ഇടയ്ക്കിടയ്ക്ക് അവളോട് പറഞ്ഞുകൊണ്ടിരിക്കണം. അവളും നന്ദു അനിയും തമ്മിലുള്ള ബന്ധം ഒരിക്കലും നടക്കില്ല എന്ന്. പിന്നെ അവന്തികയായിട്ട് നമ്മൾ ഈ പറയുന്നൊക്കെയുണ്ട്, നമ്മൾ അവന്റെ ഭാഗത്തുനിന്നും കൂടെ ചിന്തിക്കണം. ഇത്രയും കാലം പെങ്ങളെ പോലെ കണ്ട ഒരാളെയാണ് പെട്ടെന്നൊരു ദിവസം ഭാര്യയാക്കാൻ പറയണത്. അവനിതിനു മുമ്പുണ്ടായ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ അറിയാലോ. അതുകൊണ്ട് അവന് നല്ല ടെൻഷനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അവന്റെ മനസ്സും കൂടെ നമ്മൾ കാണണമെന്ന്. അത് കേട്ടപ്പോൾ ജാനകി പറഞ്ഞു, എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഏട്ടത്തി. അവന്തിക നല്ല കുട്ടിയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ വിവാഹം നടക്കണം, അത് മാത്രം എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളൂ. ദേവേനി പറഞ്ഞ്, എല്ലാം നടക്കും. ഇനിയിപ്പൊ അനിയുടെ മനസ്സും കൂടെ ഒന്ന് മാറിയാൽ മാത്രം മതി എന്നും പറഞ്ഞിട്ടാണ് ദേവേനി അവിടെ ഒന്ന് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോ അനി ആദർശിന്റെയും നയനയും കാണാനായിട്ട് വന്നു. അനിയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോ എന്തോ പന്തിയോടുണ്ടെന്ന് ആദർശിനും തോന്നി. ആദർശ് ചോദിച്ചു, എന്താടാ നീ ആരോടോ വഴക്കിട്ട് വന്നിരിക്കുവാന്ന് തോന്നല്ലോ? അതെ, വഴക്കിട്ട് തന്നെ വന്നിരിക്കുന്നേ. എനിക്കിഷ്ടമില്ലാത്ത ബന്ധം എന്റെ തല കെട്ടിവെക്കാനായിട്ട് നോക്കുവല്ലേ, പിന്നെ എനിക്ക് എങ്ങനെയാ സഹിക്കണത്? എടാ നീ ഇങ്ങനൊന്നും പറയരുത്, മുത്തശ്ശനെടുത്ത തീരുമാനമല്ലേ. മുത്തശ്ശനെടുത്ത തീരുമാനം എല്ലാവർക്കും കൂടെ അങ്ങ് തീരുമാനിക്കാം. ബലിയാടാവുന്ന ഞാനാണല്ലോ. നയന പറഞ്ഞു, എടാ നീ ഇങ്ങനൊന്നും പറയരുത്. നല്ല കുട്ടിയല്ല അവന്തിക, നല്ല കുട്ടി പോലും. നിങ്ങളൊക്കെ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നേ? അനാമിയായിട്ടുള്ള ഡിവോഴ്സ് പോലും കഴിഞ്ഞിട്ടില്ല. എടാ അതിന് അനാമിയായിട്ടുള്ള ഡിവോഴ്സ് അധികം വൈകാതെ നടക്കുമല്ലോ. നവീനല്ലേ കേസ് വാദിക്കുന്നേ എന്ന് ആദർശ് ചോദിച്ചു. എന്ന് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. ഇനിയിപ്പം ആ സമയത്ത് അനാമികയുടെ വീട്ടുകാർ കൊണ്ട് കേസ് കൊടുത്തിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തേലും ചെയ്താൽ മതിയായിരുന്നു, എങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോയാനും. എടാ നീ എന്താടാ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? പിന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാതെ. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഇത്. ഒരു ഇഷ്ടമില്ലാത്തൊരു കല്യാണം മുമ്പ് നടത്തി അതിന്റെ ഭവിഷ്യത്ത് എന്താ നിനക്കൊക്കെ അറിയാലോ. അതുപോലെ തന്നെ ആയിരിക്കും ഇത്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞ് ഒടുവില് ഇതുപോലെയൊക്കെ ചെന്ന് അവസാനിക്കും. ഒന്നുമില്ലാത്തടത്ത് കൊണ്ട് നിൽക്കേണ്ടതായിട്ട് വരും. എന്റെ ജീവിതം വീണ്ടും അങ്ങനെ കയത്തിലേക്ക് മുങ്ങിക്കൊണ്ടിരിക്കുക. അതെങ്ങനെയാ? ആരോടെങ്കിലും എന്തേലും തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും ഒന്നും മനസ്സിലാവണ്ടേ? ആദർശ് പറഞ്ഞു, എടാ ഇതിപ്പോ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശനെടുത്ത തീരുമാനമല്ലേ. ആദർശേട്ടാ, ആദർശാന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ പറയുന്ന പോലെ ചിലപ്പോൾ എനിക്ക് മുത്തശ്ശനോട് പറയാൻ പറ്റിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ആദർശനോട് പറയുന്നേ, നിങ്ങൾ എന്ന് മുത്തശ്ശനോടൊന്ന് പറയണം. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ കല്യാണത്തിന് താല്പര്യമില്ലെന്ന്. ആദർശ് പറഞ്ഞു, എടാ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? മുത്തശ്ശനെടുത്ത തീരുമാനത്തോടൊപ്പം നിൽക്കാനോ നിനക്കിനി പറ്റത്തുള്ളൂ. അത് വല്ലതും നടന്നു പോവാ. ഈ ഒരു കാര്യത്തിൽ എനിക്ക് മുത്തശ്ശനെ എതിർക്കേണ്ടതായിട്ട് വരും. അതിനൊരു മാറ്റവും ഇല്ല. ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കാനൊന്നും പോകുന്നൊന്നുമില്ല. വീട്ടിൽ നിന്ന് ഇറക്കി വിടേണ്ട വന്നാലും ശരി, ഞാൻ എൻ്റെ പണി നോക്കി പോകത്തുള്ളൂ. ദേഷ്യത്തോടെയാണ് അനി അങ്ങോട്ട് പോകുന്നത്.
അപ്പോഴേക്കും ആദർശ് പറഞ്ഞു, അവൻ പറഞ്ഞു കേട്ടില്ലേ, അവൻ പറയുക മാത്രമല്ല ഇത്തവണ അങ്ങനെ ചെയ്യുകയും ചെയ്യും. അവന്തിക നല്ല കുട്ടിയില്ലെന്നൊക്കെ അവൻ പറയണത്. നയന പറഞ്ഞു, അവളിപ്പോ പഴയതുപോലെ ഒന്നും അല്ലല്ലോ. അല്ലെന്നേ, പക്ഷെ അവൻ അങ്ങനെയൊക്കെ തോന്നുന്നായിരിക്കും. അവൻ പറഞ്ഞത് കേട്ടോ. അബിയുടെ അതുപോലെ തന്നെ അപ്പച്ചിയുടെ ഒക്കെ സ്വഭാവം തന്നെ അവൾക്ക് വലിയ മാറ്റമൊന്നുമില്ല. അവളിപ്പം നല്ലവിളിയായിട്ട് നടക്കുന്നതാന്ന്. എന്ത് ചെയ്യാൻ പറ്റും? മുത്തശ്ശന്റെ തീരുമാനം നമുക്ക് എതിർക്കാൻ പറ്റില്ലല്ലോ നയനെ. അവനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനല്ലേ പറ്റുള്ളൂ. അവർക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അനി നന്ദുവിനെ വിളിക്കുകയാണ്. നന്ദുവിനെ വിളിച്ച് കഴിഞ്ഞപ്പോ തന്നെ നന്ദു ആദ്യം കോൾ എടുത്തില്ല. വീണ്ടും വിളിച്ചു കഴിഞ്ഞപ്പോ നന്ദു കോൾ എടുത്തിട്ട് ചോദിച്ചു, എന്താന്ന് ചോദിച്ചു. എടി എനിക്ക് നിന്നെ ഒന്ന് കാണണം. പറ്റില്ല എടി, അങ്ങനെ പറയരുത്. ഞാൻ നിന്റെ വീടിന്റെ അടുത്തേക്ക് വരാം, നീ ഒന്ന് ഇറങ്ങി വരണം. അനി, നീ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങി വരത്തില്ല. പിന്നെ നിന്നെ സ്വീകരിക്കുന്ന എന്റെ അച്ഛനും അമ്മയായിരിക്കും. അതുകൊണ്ട് വേണ്ടാത്ത റിസ്ക് എടുക്കണ്ടെന്നും പറഞ്ഞ് നന്ദു കോള് കട്ട് ചെയ്തു. എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഈ സമയത്ത് നയന ഡിസൈൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കുമാണ് മുത്തശ്ശന്റെ കോള് വരുന്നത്. അങ്ങനെ നയന കോൾ എടുത്തു. അപ്പോഴേക്കും മുത്തശ്ശൻ പറഞ്ഞു, മോളെ എങ്ങനെയായി കാര്യങ്ങളൊക്കെ? ഇതേ മുത്തശ്ശ, ഞാൻ വരച്ചുകൊണ്ടിരിക്കുക. മുത്തശ്ശി പറഞ്ഞു, മോളെ എപ്പോഴും വരാന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമൊന്നും ഇല്ല കേട്ടോ. മോളിറങ്ങിയാലോ മോളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുറങ്ങുള്ളൂ എന്നുള്ളൊരു കാര്യം ഓർമ്മ വേണം. നല്ല റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം. നയന പറഞ്ഞു, അതൊക്കെ ഉണ്ട്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിച്ചു, മോളെ ഞാൻ തന്ന ഡിസൈനൊക്കെയോ? അതൊക്കെ നല്ല ഡിസൈനൊക്കെയാ. പിന്നെ ഇദ്ദേഹം കൊടുത്ത ഡിസൈൻ നോക്കിയിട്ട് വേണ്ടേ നയന മോൾക്ക് വരയ്ക്കാനായിട്ട്? അപ്പോഴേക്കും നയന പറഞ്ഞു, മുത്തശ്ശൻ തന്ന വെറൈറ്റി ഡിസൈനൊക്കെയാ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. അത് ഒത്തിരി ഗുണം ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ വസുന്ധരെ? പെട്ടെന്ന് വസുന്ധര മുത്തശ്ശി പറഞ്ഞു, ഇദ്ദേഹം കോള് കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കോള് കട്ട് ചെയ്യുവേണ്ട, അല്ലെങ്കിൽ ഇന്ന് മൊത്തം സംസാരിച്ചോണ്ടിരിക്കും. മോളെ രാവെളുക്കോളം ഇരിക്കുകയും ചെയ്യും. അതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. വസുന്ധരെ, എനിക്ക് ഉറപ്പുണ്ട് ഈ തവണ നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ അതിൻ്റെ ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വസുന്ധര മുത്തശ്ശി പറഞ്ഞു, എനിക്കൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട്. പക്ഷെ മോളുടെ കഷ്ടപ്പാട് ഓർക്കുമ്പോഴാണ് ആ കാര്യത്തിൽ അവർക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം ആയി കഴിഞ്ഞപ്പോൾ മാളവികയുടെ ക്യാബിനിലേക്ക് ഡേവിഡ് വന്നു. ഡേവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും മാളവിക ഡിസൈൻ കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഡേവിഡ് ഒന്ന് നോക്കിയിട്ട് പറഞ്ഞു, അതെ ഈ തവണ നമ്മൾ വിജയിക്കണം. വിജയിക്ക് സാറേ, നാളെ നമ്മുടെ ദിവസമായിരിക്കും. മാളവികയ്ക്ക് അറിയാലോ ഇത്തവണ നമ്മൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ മോളിലുള്ളവരോട് ഞാൻ സമാധാനം പറയേണ്ടി വരും. അപ്പൊ സാറല്ലേ ഇതിന്റെ MD? സാർ പിന്നെ ആരോട് എന്ത് പറയാനായിട്ടാ? അത് പിന്നെ മാളവികയെ കുറച്ച് മാനേജ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരുടെ കാര്യം ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ. പിന്നെ അഭിസാറും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നേ. അല്ല, എന്തിനാ സാറ് അഭിസാറിനെ പേടിക്കണേ? ഇപ്പൊ അഭിസാറിനെ പേടിയാണോ? അങ്ങനെയല്ല, മാനേജറാണല്ലോ, അപ്പൊ ആ രീതിയിലുള്ള റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കട്ടെ. അങ്ങനെ. പിന്നെ എന്താണെങ്കിലും ഈ തവണ നമ്മൾ വിജയിക്കണം, ഉറപ്പായിട്ടും വിജയിക്കും. പിന്നെ എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അത്ര വലിയ വശമൊന്നുമില്ല. ഈ ഡിസൈൻ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടേ ഉള്ള കാര്യം തുറന്നു പറയാലോ. ഞാനിത് മാനേജ്മെന്റിനെ ഏൽപ്പിക്കും, അവര് നോക്കിയിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു മാളവിക. ഡേവിഡ് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും മാളവിക ഇങ്ങനെ ആലോചിച്ചു. അപ്പൊ ഇയാൾക്ക് മുകളിലുള്ളത് മിക്കവാറും നാഗേന്ദ്രൻ തന്നെയായിരിക്കും എന്നൊരു ചിന്തയായിരുന്നു മനസ്സിലുണ്ടായിരുന്നേ. അതേ സമയത്ത് അനി ആകെപ്പാടെ വിഷമിച്ചിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയില്ല നിൽക്കുക. അപ്പോഴാണ് നവ്യയുടെ വരവ്. നവ്യ വന്നിട്ട് ചോദിച്ചു, കല്യാണമൊക്കെ അല്ലേ, നന്ദുവിനെ കുറിച്ച് ചിന്തിച്ചോണ്ടിരിക്കുമായിരിക്കും അല്ലേന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അനി പറഞ്ഞു, ഞാൻ ആരെക്കുറിച്ച് ചിന്തിച്ചാലും നവ്യ അടുത്തേക്ക് എന്താ ഇത് എന്നോട് വെറുതെ സംസാരിക്കാൻ വന്നേക്കരുത്. നീ എത്ര ചിന്തിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവന്തികയായിട്ടുള്ള നിന്റെ വിവാഹം നടക്കും. പിന്നെ എന്തിനാ അവളെ കുറിച്ച് ചിന്തിക്കുന്നത്? അല്ലെങ്കിലും അവൾ ഈ വീട്ടിലേക്ക് വരാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അനി പറഞ്ഞു, ഞാൻ പറഞ്ഞു അവളെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരണമെന്ന്. നവ്യ പറഞ്ഞു, ഇനിയിപ്പൊ നീ വിചാരിച്ചാലോ അതൊന്നും നടക്കത്തില്ല. നീ ഇവിടെ ഒരു കാരണവരുണ്ടല്ലോ, അങ്ങേരല്ലേ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നേ. അങ്ങേരെടുക്കുന്ന തീരുമാനത്തിനപ്പുറം ഇവിടെ ഒന്നും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞു. അത് കേട്ടത് അനി ഒരു ദേഷ്യത്തോട് കൂടിയിട്ട് നവ്യ ഇങ്ങനെ നോക്കുവാണ്. അപ്പൊ അതിന്റെ കഥകളൊക്കെയാ കാണുന്നത്. പക്ഷെ നവ്യയുടെ മനസ്സ് മുഴുവനും നന്ദുവിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്നാ. അനി അവന്തിയെ നമ്മളെ വിവാഹം മുടങ്ങണമെന്നാ. പക്ഷെ അനിയോട് അത് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് അവൾ അങ്ങനെയൊക്കെ അവന്റെ മുന്നിൽ അഭിനയിക്കുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. മറക്കാതെ എല്ലാവരും കാണാൻ ശ്രമിക്കണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.